ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. 4 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള വിസ ഇന്റർവ്യൂ നിർത്തിവച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി പാർലമെന്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. ലോക നേതാക്കളുമായും പൌരപ്രമുഖരുമായും മാധ്യമ പ്രതിനിധികളുമായും സംഘം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. കോൺഗ്രസ് MP ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം പനാമ അസംബ്ലി പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയ്ക്ക് യുദ്ധത്തിൽ താൽപര്യമില്ലെന്നും എന്നാൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായവർ ശിക്ഷിക്കപ്പെടണമെന്നും ശ്രീ തരൂർ പറഞ്ഞു. It was an action of retribution, not the first salvo in a long war. We just wanted to send a clear message to the terrorists. We conducted the strikes at night between 1:05 and 1:30 in the middle of the night, so there would be very few civilians around at that time. Second, we refused to touch any government facilities, even any Pakistani military facilities and any civilian facilities. Only known terrorist bases. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി NCP MP സുപ്രിയ സുലെയുടെ നേതൃത്വത്തിലുള്ള സംഘം സംവദിച്ചു. ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും അതിർത്തി കടന്നുള്ള ഭീകരത തടയേണ്ടതിന്റെ പ്രാധാന്യവും സംഘം വിശദമാക്കി. കേപ്പ് ടൌണിൽ ദക്ഷിണാഫ്രിക്കൻ പാർലമെന്റ് അംഗങ്ങളുമായി പ്രതിനിധി സംഘം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം സ്ലൊവേനിയയിൽ പര്യടനം പൂർത്തിയാക്കിയ ശേഷം ഗ്രീസിൽ എത്തിച്ചേർന്നു. സിക്കിം, പശ്ചിമബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സിക്കിം രൂപീകരണത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഗാംഗ്ടോക്കിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പാൽസർ സ്റ്റേഡിയത്തിൽ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് പശ്ചിമബംഗാൾ സന്ദർശിക്കുന്ന അദ്ദേഹം അലിപുർദുവാർ, കൂച്ച് ബഹാർ ജില്ലകളിലെ സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ തറക്കല്ലിടൽ നിർവഹിക്കും. പിന്നീട് ബീഹാറിലെത്തുന്ന ശ്രീ മോദി പട്ന വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ നാളെ വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും. പട്നയിൽ നടക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കും. മറ്റന്നാൾ ബീഹാറിലെ കാരാക്കാട്ടിൽ 48,520 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് ഉത്തർപ്രദേശിലെത്തുന്ന പ്രധാനമന്ത്രി കാൺപൂരിൽ 20,900 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. US പര്യടനം തുടരുന്ന വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അമേരിക്കൻ അണ്ടർ സെക്രട്ടറി ജെഫ്രി കെസ്ലറുമായി വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തി. നൂതന സാങ്കേതിക വിദ്യകളിൽ സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് കൂടിക്കാഴ്ച. സാങ്കേതിക വ്യാപാര മേഖലകളിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യ-US തന്ത്രപ്രധാന വ്യാപാര സംഭാഷണം നേരത്തെയാക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റ് എല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കാസർകോട്, കണ്ണൂർ, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ചില ജില്ലകളിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. സംസ്ഥാനത്തെ നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മീനച്ചിൽ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ഓറഞ്ചും കോരപ്പുഴ, വാമനപുരം എന്നീ നദികളിൽ മഞ്ഞ ജാഗ്രതയുമാണ് ഉള്ളത്. നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ മഹാരാഷ്ട്രയിൽ വൻ നാശനഷ്ടം. മഴക്കെടുതികളിലും ഇടിമിന്നലേറ്റും 8 പേർ മരിച്ചു. വ്യാപകമായ വെള്ളപ്പൊക്കം സംസ്ഥാനത്തെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട കപ്പലിലെ കെമിക്കലുകളുടെ കൈകാര്യം ചെയ്യൽ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം വിദഗ്ധരുടെ യോഗം ചേർന്നു. ആഗോള വിദഗ്ധരും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധികൃതരും വിവിധ വകുപ്പുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു യോഗം. തീരത്തടിഞ്ഞ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കണ്ടെയ്നറുകളിൽ നിന്ന് തീരത്തടിഞ്ഞ വസ്തുക്കൾ തിട്ടപ്പെടുത്തുന്നതിന് ഡ്രോൺ സർവേയും ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
മുറിച്ചു നീക്കാൻ കസ്റ്റംസിന്റെ അനുമതി ലഭിച്ച കണ്ടെയ്നറുകൾ കരയിലേക്ക് വലിച്ചിട്ട് മുറിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ 11 മണിയോടെ ശക്തികുളങ്ങരയിൽ ആരംഭിച്ചു. 9 കണ്ടെയ്നറുകളാണ് ശക്തികുളങ്ങര ഭാഗത്ത് ഉള്ളത്. NDRFന്റെയും കേരള പോലീസിന്റെയും ടീമുകൾ സ്ഥലത്തുണ്ട്. വലിയ വാഹനം എത്താത്ത സ്ഥലമായതിനാൽ മുറിച്ച് ചെറിയ വാഹനത്തിലാണ് ഇവ കൊണ്ടുപോവുക. ചെറിയഴീക്കലിൽ നിന്നും ഒരു കണ്ടെയ്നർ റോഡ് മാർഗം കൊല്ലം പോർട്ടിലേക്ക് അയച്ചു. കണ്ടെയ്നറുകളിൽ നിന്നും തീരത്തടിഞ്ഞ സാമഗ്രികളുടെയും മാലിന്യങ്ങളുടെയും അളവ് തിട്ടപ്പെടുത്തുന്നതിനുള്ള ഡ്രോൺ സർവേ ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അടുത്ത മാസം 19 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം സ്ഥാപക പ്രസിഡന്റും നടനുമായ കമൽ ഹാസൻ DMKയുടെ പിന്തുണയോടെ മത്സരിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിനാണ് ഇക്കാര്യം അറിയിച്ചത്. തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 രാജ്യസഭാ സീറ്റുകളിൽ 3 DMK മത്സരിക്കുമെന്നും 4ാമത്തെ സീറ്റിൽ MNMുമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. UDF സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്തിനെ കഴിഞ്ഞ ദിവസം AICC പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത മാസം 19 നിലമ്പൂരിൽ വോട്ടെടുപ്പ്, 23 വോട്ടെണ്ണൽ. രാജ്യത്ത് വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ജൂൺ 19 നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോവിഡ് ബാധിതർക്കും രോഗം സംശയിക്കപ്പെടുന്നവർക്കും പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് രേഖപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ റിട്ടേണിംഗ് ഓഫീസർ പരിശോധിച്ച ശേഷമായിരിക്കും പോസ്റ്റൽ വോട്ടിന് അനുമതി നൽകുക. 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി സെപ്റ്റംബർ 15 വരെ നീട്ടി. സാധാരണ ജൂലൈ 31 സമയപരിധി അവസാനിക്കുന്നത്. IT റിട്ടേൺ ഫോം, ഓൺലൈൻ സംവിധാനം എന്നിവയിലെ മാറ്റങ്ങൾ, റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള താമസം തുടങ്ങിയവ കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയത്. സ്വാതന്ത്ര്യ സമര സേനാനി വിനായക് ദാമോദർ സവർക്കറുടെ ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാതന്ത്ര്യത്തിനായി അദ്ദേഹം നടത്തിയ ധൈര്യപൂർവ്വമായ പോരാട്ടം രാഷ്ട്രം എന്നും നന്ദിയോടെ സ്മരിക്കുമെന്ന് ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തിനായുള്ള സവർക്കറുടെ ത്യാഗവും സമർപ്പണവും വികസിത ഇന്ത്യയുടെ സൃഷ്ടിക്ക് വഴികാട്ടുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പഹൽഗാം ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മയ്ക്കായി സ്മാരകം നിർമ്മിക്കുമെന്ന് ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള. ഇതിനുവേണ്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചതായും ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹം അറിയിച്ചു. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നാളെ പഞ്ചാബ് കിങ്സിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. 3ാം സ്ഥാനത്തിനായി വെള്ളിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഇന്നലെ ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 6 വിക്കറ്റിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പരാജയപ്പെടുത്തി. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള വിസ ഇന്റർവ്യൂ നിർത്തിവച്ച് അമേരിക്ക. അപേക്ഷാർത്ഥികളുടെ സമൂഹമാധ്യമ അക്കൌണ്ടുകൾ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇത് സംബന്ധിച്ച നിർദ്ദേശം US വിദേശകാര്യമന്ത്രി മാർക്കോ റൂബിയോ US എംബസികൾക്കും കോൺസുലർ ഓഫീസുകൾക്കും കൈമാറി. ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിന് ട്രംപ് ഭരണകൂടം നേരത്തെ തന്നെ വിലക്കേർപ്പെടുത്തിയിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 81,395-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 40 പോയിന്റ് നഷ്ടത്തിൽ 24,785-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 71,480 രൂപയാണ് ഇന്നത്തെ വില. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ സംവിധാനങ്ങളുടെ പ്രകടനങ്ങൾ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ഉത്തർപ്രദേശിലെ ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചിൽ വീക്ഷിച്ചു. ആളില്ലാ വിമാനങ്ങൾ, ഡ്രോണുകൾ തുടങ്ങിയവയുടെ പ്രകടനമാണ് കരസേനാ മേധാവി വിലയിരുത്തിയത്. തത്സമയ നിരീക്ഷണം, രഹസ്യാന്വേഷണം തുടങ്ങിയവയ്ക്ക് സഹായകമാകുന്ന തരത്തിലാണ് പുതിയ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും ഇവ ഉപയോഗിച്ചിരുന്നു. ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചത് അടുത്ത മാസം 19 വരെ തുടരുമെന്ന് എയർ ഇന്ത്യ. മെയ് 4-നുണ്ടായ ഹൂതി ആക്രമണത്തെ തുടർന്നാണ് ടെൽ അവീവിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും വിദേശ വിമാന കമ്പനികൾ റദ്ദാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തിനെതിരായ ഇന്ത്യൻ നിലപാട് ലോകരാജ്യങ്ങളെ അറിയിക്കുന്നതിനായി സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ വിദേശ പര്യടനം തുടരുന്നു. 4 സംസ്ഥാനങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ പ്രളയ സാധ്യത മുന്നറിയിപ്പ്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ നേരിടും. വിദേശ വിദ്യാർത്ഥികൾക്കായുള്ള വിസ ഇന്റർവ്യൂ നിർത്തിവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.